ഇന്ന് അധികം ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പായസം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കപ്പ വെച്ചിട്ടാണ്, അതായത് നമ്മുടെ പൂള. അപ്പോൾ ഈ ഒരു പായസം ഇത് കപ്പ വെച്ചിട്ട് തയ്യാറാക്കിയതാ എന്ന് ഇത് കുടിക്കുന്നവർക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ പറഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിതാ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം കപ്പയാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ആദ്യമായിട്ട് ഞാൻ കപ്പ വെച്ചിട്ട് പായസം ആദ്യമായിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും പുതിയൊരു സാധനം ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞൊരു അളവിൽ മാത്രം ചെയ്യുക കേട്ടോ. കാരണം എല്ലാവർക്കും എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി ഞാനിതാ ഇതുപോലൊരു ചെറിയ കഷ്ണം കപ്പ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ഈ ഒരു ഗ്രേറ്ററിലൂടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലുള്ള നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ. കാരണം കപ്പയ്ക്ക് സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ഊറ്റി വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. കാരണം കപ്പയിൽ ആ ഒരു കപ്പയുടെ വെന്ത് ആ ഒരു സ്റ്റാർച്ചൊക്കെ പോകണം. പിന്നെ കപ്പയിലേക്ക് പിന്നെ നമ്മൾ ശർക്കര ഒഴിക്കുന്ന സമയത്ത് പിന്നെ വേവില്ല, അത് കല്ലിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നന്നായിട്ട് നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ അങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ അങ്ങ് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഞാനിതൊരു സോസ് പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു പകുതി മൂപ്പായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതുപോലെ അങ്ങായി കഴിഞ്ഞാൽ കോരി മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു കപ്പ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു കപ്പയുടെ ടേസ്റ്റൊക്കെ ഇത് നെയ്യിൽ അങ്ങോട്ട് പോകട്ടെ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് കപ്പ വെച്ചിട്ട് ചെയ്ത പായസമാണെന്ന് ഒരിക്കലും തോന്നില്ല. അപ്പോൾ കപ്പ ഉടയാത്ത ഇത് പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്തൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് ഇത് ഈ ഒരു പാനിയിൽ ഒന്ന് ഇങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ. നല്ല തിക്കായിട്ട് വരണം. വെള്ളമൊക്കെ വറ്റി ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ അങ്ങ് വരട്ടിയെടുത്തതിന് ശേഷം തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാല് ഒരു കപ്പ് ഉണ്ട് കേട്ടോ. ഒരു കപ്പ് തേങ്ങയുടെ 2ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. നമുക്ക് എത്രയാണോ 1ാം പാലുള്ളത് അതിനനുസരിച്ചിട്ട് കുറുക്കിയാൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൗവരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരി വേവിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നങ്ങ് കുറുകി വരുന്ന സമയത്ത് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല, പിരിഞ്ഞു പോവും. ഒന്നങ്ങ് എല്ലാം യോജിച്ച് വന്ന് ഒന്നങ്ങ് ചൂടായി വന്നാൽ മതി കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്താൽ പായസം റെഡി ആയിട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.